ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഡിസംബർ മാസം 2-ാം തീയതി. ഇന്നലെ പഠിച്ച വചനമൊക്കെ നമ്മളൊന്നുകൂടെ ഓർത്തെടുക്കും. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വചനമായിരുന്നു. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദൂതൻ ഇടയന്മാരെ അറിയിച്ച വചനം സകല ജനത്തിനും ഇന്ന് നമ്മെയും അറിയിക്കുന്ന ഒരു വചനമാണ്. അത് പഠിക്കുക, ഓർത്തെടുക്കുക, വീണ്ടും ആവർത്തിക്കുക. ഇന്ന് നാം പഠിക്കുന്നത് സങ്കീർത്തന പുസ്തകം 56-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വലിയ സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്തയാണ്. അപ്പം ദൈവം നമ്മോട് പറയുകയാണ്, നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. You have kept count of my tossings. Put my tears in your bottle. ദൈവത്തിൻ്റെ കുപ്പിയിൽ നമ്മുടെ കണ്ണീർ കണങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണീരിന് വിലയുണ്ട്. ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും ഒക്കെ ഒഴുക്കുന്ന കണ്ണീരിന് വിലയുണ്ട്. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന, ഹൃദയ പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം തീർച്ചയായിട്ടും കേൾക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ ഒരു സങ്കടവും വേണ്ട, ഭയപ്പെടേണ്ട. വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് നമുക്കുള്ളത്. ദൈവം നമ്മോട് കൂടെയുണ്ട്. എൻ്റെ അലച്ചിലുകൾ, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ഹൃദയ പരമാർത്ഥതയോടെ വർത്തിക്കുന്നവർക്ക് നമ്മുടെ അലച്ചിലുകൾ എണ്ണുന്നൊരു ദൈവം കൂടെയുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന, നിൻ്റെ കരച്ചിലുകൾ കണ്ണീർ തുളയ്ക്കാനായിട്ട് അവിടുന്ന് പറയുന്നൊരു ദിവസം ഇത് ഇന്നാവാം. ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് കർത്താവ് പറയുന്ന ഒന്നാണ്: നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ ഇരിക്കുക. ദൈവം കൂടെയുണ്ടെന്നേ, എന്തിനാ പേടിക്കുന്നേ? ദൈവം കൂടെ നമ്മുടെ കരം പിടിച്ച് നടക്കും. തീർച്ചയായിട്ടും ഈ വചനം പഠിക്കണം കേട്ടോ, ഓർക്കണം. നാം ഉരുവിടണം. ഈ ദിവസം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവമേ, എൻ്റെ അലച്ചിലുകൾ എണ്ണുന്ന ദൈവമേ, എന്നെ കാണണമേ, നയിച്ചു കൊള്ളണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുക അല്ലേ. ആമേൻ.